ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വന്ന ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്ന പേരിൽ ഒരു കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിലുണ്ടാക്കിയ പ്രതിസന്ധി എന്തൊക്കെയെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു കന്യാസ്ത്രീ ഒരു വലിയ വിവാദം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു തീവ്രവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാനുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞു തീർത്തു കളയണം അവനെ എന്നാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോംബെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഒരാൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ല. സാധാരണ മനുഷ്യരുടെ കയ്യിൽ കത്തിയും അതുപോലെ തന്നെ വാളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ബോംബ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ തലങ്ങൾ മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെയാണ് അവനെ എന്ന് വിളിക്കുന്നത്. സംസ്കാര ശൂന്യമായ ഒരു പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെയും അതുപോലെ വാത്സ്യത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി വരുന്ന ഇത്തരം പ്രസ്താവനകൾ ഈ കന്യാസ്ത്രീകളുടെ ഒരു മുഖമൂടി മാത്രമാണ് ഇത്. അതേസമയത്ത് അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ശക്തമായ തീവ്ര സ്വഭാവമാണ് അല്ലെങ്കിൽ തീവ്രവാദമാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ മാത്രമാണ്. ക്രൈസ്തവ മതത്തെയൊന്നും ഇതിന്റെ പേരിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഒരു മതവും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാം സ്നേഹവും സൗഹൃദവും തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ കന്യാസ്ത്രീ ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്ക് നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റുമെന്നാണ്. ഇവിടെ രാജീവ് ഗാന്ധി നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടേതല്ലെങ്കിൽ, അതായത് നമ്മുടെ ആശയക്കാരനല്ല എങ്കിൽ, നമ്മുടെ രാഷ്ട്രീയ തലങ്ങളിൽ കാഴ്ചപ്പാടുകളിൽ നിൽക്കുന്നവരല്ലെങ്കിൽ, നല്ലവരാണെങ്കിലും ശരി, അവരെ വകവരുത്തി കളയണം. അതിനെ കൂടെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ വസ്ത്രം ധരിച്ച ആളുകൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു മതത്തിന്റെ വക്താക്കളിൽ വലിയ രൂപത്തിലുള്ള തീവ്ര സ്വഭാവങ്ങൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ തീവ്ര സ്വഭാവമുള്ള കാസയൊക്കെ കേരളത്തിൽ കടന്നു വരാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് കൊണ്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ ഗൗരവമായ ഒരു കാര്യം പരസ്യമായി പ്രസ്താവന നടത്തുക, പരസ്യമായി കമന്റ് ചെയ്യുക, ഇതിനൊക്കെ അവർക്ക് ധൈര്യമുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവരുടെ രഹസ്യ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കന്യക സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്നത് ഒരു വലിയ രൂപത്തിലുള്ള അസഹിഷ്ണുതയാണ്. മറ്റു മതക്കാരെ കാണുമ്പോൾ, മറ്റു മതക്കാരുടെ ഡ്രസ്സുകൾ കാണുമ്പോൾ, മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളെ കാണുമ്പോൾ അവിടെയൊക്കെ അസഹിഷ്ണുത വരികയാണ്. അസഹിഷ്ണുത മാത്രമല്ല, അവർക്ക് അക്രമത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതിന്റെ ഭാഗമാണ് ഒരു കുട്ടി സ്കൂളിലേക്ക് ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്നു. ആ കുട്ടിയെ അപമാനിക്കുന്നു, ആ കുട്ടിയെ സ്കൂളിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് നീങ്ങുന്നത് വലിയ അസഹിഷ്ണുതയാണ്. പക്ഷെ ഇതൊന്നും എല്ലാ കന്യാസ്ത്രീകളുടെയും സ്വഭാവമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആളുകളിൽ നിരന്തരമായി ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത് വസ്ത്രവുമായി ബന്ധപ്പെട്ട, മുസ്ലിങ്ങളുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും വരുന്നത് ഇതുപോലുള്ള ആളുകൾ, ഇതുപോലെ ചില വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതേ കുട്ടിയെ തന്നെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ സ്കൂളിലേക്ക് ക്ഷണിച്ച കന്യക സ്ത്രീകളും ഇവിടെയുണ്ട്. പക്ഷെ എല്ലാ തലങ്ങളിലും എല്ലാ മതങ്ങളിലും ഇതുപോലെ കുറച്ചാളുകൾ തീവ്ര സ്വഭാവക്കാർ, അവർ യഥാർത്ഥത്തിൽ ആ മതത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടല്ല അത് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരക്കാരായ ആളുകൾ ആ മതമനുസരിച്ച് ജീവിക്കുകയല്ല, അവർക്കനുസരിച്ച് ആ മതത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്ന് പഠിക്കുകയും അത് പ്രാവർത്തികമായി സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിരന്തരമായി ഇത്തരം നടപടികളും പ്രസ്താവനകളും നടത്തുമ്പോൾ ഒരു മതത്തിന്റെ വാക്താക്കളാണ് ഇതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നത്. അവരാണ് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളും ഭീകര പ്രസ്താവനകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ രഹസ്യമായി പറയുന്ന രീതിയാണെങ്കിൽ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയൊക്കെ കൊല്ലണമെന്ന്, ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ആളുകൾ വളരെ അപൂർവമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെ അപൂർവമായ ഒരു കേസ് ഈ ഒരു വസ്ത്രം ധരിച്ച ഒരു മതത്തിന്റെ പ്രതീകമുള്ള കന്യക സ്ത്രീയായി എന്നത് ഈ മതക്കാർക്ക് പോലും വലിയ രൂപത്തിലുള്ള അപമാനമുണ്ടാക്കുന്ന കാര്യമാണ്.